തമിഴ്നാട് വിരുദ്നഗർ സ്ഫോടനത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഏറ്റെടുക്കാതെ ബന്ധുക്കളുടെ പ്രതിഷേധം. സാമ്പത്തിക സഹായം നൽകുന്നതിൽ തീരുമാനമാകാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അപകടത്തിൽ മരണം 25 വിരുദ്നഗറിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. പോസ്റ്റ്മോർട്ടം പരിശോധന പൂർത്തിയായ 22 മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മറ്റൊന്നും കണ്ടല്ല, ഈ മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ മരിച്ചവരുടെ ബന്ധുക്കളെല്ലാം തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ അതിൽ ഒരു അനുഭാവപൂർവമായൊരു മറുപടി അല്ലെങ്കിൽ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ പ്രധാനമായും പറയുന്നത്. അതിൽ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സർക്കാരിന് അത്തരമൊരു പ്രഖ്യാപനം നടത്താൻ കഴിയില്ല. പിന്നീടുള്ളത് കളക്ടർ തന്നെയാണ് ഇത്തരം കേസുകളിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ കളക്ടർ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ചർച്ച പോലും നടത്തിയിട്ടില്ല. കളക്ടർ ഇങ്ങോട്ടേക്ക് വരാൻ പോലും കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനമായിട്ട് മാത്രമേ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയുള്ളൂ, കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായും ഈ ബന്ധുക്കൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും 25 പേരുടെ മരണത്തിനാണ് ഇന്നലത്തെ സ്ഫോടനം ഇടയാക്കിയത്. അതിൽ 3 പേരെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വനജ ഫയർവർക്സിന്റെ ഉടമസ്ഥരായിട്ടുള്ള ഈശ്വരി, അതുപോലെ തന്നെ ഭർത്താവ്, ഇവരുടെ 2 പേരുടെ ബന്ധുക്കളായ 4 പേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രത്യേക ടീമിനെ തന്നെ 4 പ്രത്യേക ടീമിനെ തന്നെ ഈ ഉടമസ്ഥരെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരെവിടെയാണ് എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും അടിയന്തരമായിട്ട് ഈ നഷ്ടപരിഹാരത്തിൽ തീരുമാനമുണ്ടാകണം എന്നുള്ളതാണ് ബന്ധുക്കളുടെ പ്രധാനപ്പെട്ട ആവശ്യവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.